കേരള മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വി.ഡി. സതീശനെ കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന വ്യാപക പ്രതിഷേധം. കോഴിക്കോട് നഗരത്തിൽ ഉൾപ്പെടെ ശക്തമായ പ്രതിഷേധമാണ് നടന്നത്. പട നയിച്ചവൻ നാട് നയിക്കട്ടെ എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് പ്രതിഷേധ പ്രകടനം. വി.ഡി. സതീശനല്ലാതെ ഒരാളെ മുഖ്യമന്ത്രിയായി കൊണ്ടുവന്നാൽ അംഗീകരിക്കില്ലെന്നും പ്രതിഷേധം ശക്തമാക്കുമെന്നും അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർ വ്യക്തമാക്കി. കോഴിക്കോട് നിന്നും റിയാസ് കെ.എം.ആർ തയ്യാറാക്കിയ വാർത്ത കാണാം. ജനം തീരുമാനിക്കും, അല്ലാതെ എംഎൽഎമാർക്ക് ഒരു റോളും ഇല്ല. ഹൈക്കമാൻഡ് അങ്ങനെ റോൾ കൊടുക്കാനേ പാടില്ല. ഈ ജനത്തിന്റെ അഭിപ്രായം കേൾക്ക്. ജനങ്ങൾ അത്രയും കഷ്ടപ്പെട്ട, ഞാൻ എൻ്റെ പോക്കറ്റിൽ പണം ചെലവാക്കി എൻ്റെ പാർട്ടിക്ക് പ്രവർത്തിക്കുന്ന ആളാണ്. ഒരു സംഗതി യാഥാർത്ഥ്യമല്ലാതെ സത്യമല്ലാതെ ബോധ്യപ്പെടാതെ ഒരാളെ മുന്നിലും നിയമസഭയിൽ ഒരു വാക്ക് തെറ്റി പറഞ്ഞിട്ടില്ല വി.ഡി. സതീശൻ. നിലപാടുകളുടെ രാജകുമാരനാണ് വി.ഡി. സതീശൻ എന്ന ഒരു വ്യക്തി മുഖ്യമന്ത്രിയാകുമെന്നുള്ളൊരു പ്രതീക്ഷ കൊണ്ട് തന്നെയാണ് ജനങ്ങൾ മാറിയത്. ഇത്രയും വലിയൊരു ചരിത്ര വിജയം നേടിത്തന്ന വി.ഡി. സതീശനാണ് ഈ ഒരു ഇലക്ഷനെ നേരിട്ടിട്ട് മുൻപന്തിയിൽ നിന്നിട്ട് കാവലാളായി നിന്നുകൊണ്ട് ഇത്രയും വലിയ ചരിത്ര വിജയം നേടിക്കൊടുത്തത് കേരളത്തിന്. അങ്ങനെയുള്ള ആ വി.ഡി. സതീശനെ മാറ്റി നിർത്തിയിട്ട് സാക്ഷാൽ രാഹുൽ ഗാന്ധി പോലും മുഖ്യമന്ത്രിയാകുന്ന കാര്യത്തോട് നമുക്ക് യോജിക്കാൻ പറ്റില്ല. വി.ഡി. സതീശൻ 5 വർഷമായിട്ട് പണിയെടുത്തിട്ട് അയാളാണ് ഇതിന് അർഹൻ. നമ്മളാരും ഒരു ഗ്രൂപ്പിന്റെ വാക്താക്കളൊന്നുമല്ല. പക്ഷെ ഇവിടെ വന്നത് എന്താണ്? ഈ വീഡിയോയിലുള്ള സപ്പോർട്ടിന് വേണ്ടി. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെ പരിഗണിക്കണമെന്നാവശ്യപ്പെട്ട് കോഴിക്കോട് വലിയ പ്രതിഷേധമാണ് നടക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഇന്നലെ മുതൽ തന്നെ കോഴിക്കോട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ പ്രകടനം നടന്നു. ഇന്ന് പലയിടങ്ങളിൽ കോഴിക്കോട് നഗരത്തിലുൾപ്പെടെ ഫ്ലക്സ് ബോർഡുകൾ ഉയരുന്ന സാഹചര്യമുണ്ട്. ഇപ്പോഴിതാ കോൺഗ്രസ് പ്രവർത്തകർ, UDF പ്രവർത്തകർ തന്നെ വി.ഡി. സതീശനെ അനുകൂലിച്ച് പ്രകടനം നടത്തുകയാണ്. എന്താണ് നിങ്ങളുടെ ആവശ്യം? ആവശ്യം സ്വാഭാവികമല്ലേ? കേരളത്തിലെ 102 സീറ്റ് ലഭിച്ചത് UDFിനോടുള്ള ഒരു ഇത് മാത്രമല്ല, വി.ഡി. സതീശൻ എന്ന ഒരു വ്യക്തി മുഖ്യമന്ത്രിയാകുമെന്നുള്ളൊരു പ്രതീക്ഷ കൊണ്ട് തന്നെയാണ് ജനങ്ങൾ മാറിയത്. 10 വർഷം ദുരിതമായ ഭരണത്തിൽ നിന്ന് ജനങ്ങൾക്കൊരു മാറ്റം വരുന്നത്, ജനങ്ങൾ ആ ഒരു കാഴ്ചപ്പാടിലാണ് വി.ഡി. സതീശൻ മുഖ്യമന്ത്രി ആകുമെന്നുള്ളൊരിതാണ്. അപ്പോൾ ഇതിനെല്ലാം എല്ലാം റെഡി ആയിട്ട് അവസാനം വന്നിട്ട് കലമുടയ്ക്കുന്ന ഒരു പ്രവൃത്തി വരുമ്പോൾ അതിനെ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയൂല. അപ്പോൾ ജനഹിതം മാനിച്ചിട്ടാണ് നമ്മളെല്ലാവരും പാർട്ടി പ്രവർത്തകരെ ഇറങ്ങിയത്. അപ്പോൾ ഇത് കേരളത്തിലെ 14 ജില്ലകളിലും ഈ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മളും കോഴിക്കോട് നമ്മളെ പ്രവർത്തകരും അതിൻ്റെ ഭാഗമായിട്ട് നമ്മളും പ്രതിഷേധിക്കുന്നതാണ്. എന്താ ഈ ഒരു പ്രതിഷേധത്തിന്റെ ഭാഗം? ഇത്രയും വലിയൊരു ചരിത്ര വിജയം നേടിത്തന്ന വി.ഡി. സതീശനാണ് ഈ ഒരു ഇലക്ഷനെ നേരിട്ടിട്ട് മുൻപന്തിയിൽ നിന്നിട്ട് കാവലാളായി നിന്നുകൊണ്ട് ഇത്രയും വലിയ ചരിത്ര വിജയം നേടിക്കൊടുത്തത് കേരളത്തിന്. അങ്ങനെയുള്ള ആ വി.ഡി. സതീശനെ മാറ്റി നിർത്തിയിട്ട് സാക്ഷാൽ രാഹുൽ ഗാന്ധി പോലും മുഖ്യമന്ത്രിയാകുന്ന കാര്യത്തോട് നമുക്ക് യോജിക്കാൻ പറ്റില്ല. ഇവിടെ രാഹുൽ ഗാന്ധിക്ക് വരെ അവസരം കൊടുക്കാൻ പാടില്ല. നമ്മളെ വി.ഡി. സതീശൻ തന്നെ മുഖ്യമന്ത്രി ആവണമെന്ന് അത്രയും നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. ഞാനൊക്കെ പാർട്ടിൻ്റെ ഒരു ഭാരവാഹിയിൽപ്പെട്ട ആളൊന്നുമല്ല. ഞാൻ സാധാ ജനങ്ങളിൽ കൂട്ടപ്പെട്ട ഒരാളാണ്. നമ്മൾ വരെ ആഗ്രഹിക്കുന്നത് വി.ഡി. സതീശന് വേണ്ടിയിട്ടാണ്. വി.ഡി. സതീശനെ തീർച്ചയായിട്ടും വരണം. പക്ഷേ MLA-മാരൊക്കെ കൂടുതലും ഈ പറഞ്ഞ പോലെ KCക്ക് അനുകൂലമായി. അത് നമുക്കൊരു വിഷയമല്ല. നമുക്ക് വി.ഡി. സതീശൻ വരണം. നമ്മൾ UDF ആയിട്ടാണ് മത്സരിച്ചത്, അല്ലാണ്ട് നമ്മൾ MLA-മാരെ കണ്ടിട്ടില്ല. സതീശന് ഗ്രൂപ്പില്ല. അപ്പോൾ ഗ്രൂപ്പിന് അതീതമായിട്ടാണ് ടീം ജയിക്കുക, UDF ജയിക്കുക എന്നുള്ള ഇതിലൂടെയാണ് മത്സരിച്ചത്. മത്സരിച്ച് കഴിഞ്ഞപ്പോൾ ഇതാ കിടക്കുന്നു. ഹൈക്കമാൻഡിൻ്റെ ആളെന്നും പറഞ്ഞ് വന്നിട്ട് നോക്കുകൂലിയായിട്ട് വാങ്ങിക്കൊണ്ടാവാൻ ശ്രമിക്കുന്നു. KC വേണുഗോപാൽ നോക്കുകൂലിയാണ് അല്ലേ? KC വേണുഗോപാൽ തീർച്ചയായിട്ടും ഹൈക്കമാൻഡിൻ്റെ ആളാണ്. KC വേണുഗോപാലിന് ഇപ്പോൾ നടന്ന സംസ്ഥാനങ്ങളിലെ തോൽവി പരാജയങ്ങളെപ്പറ്റി വിലയിരുത്താതെ കേരളത്തിൽ വന്ന് ഈ എന്താണ് പറയുക, സ്ഥാനത്തിന് വേണ്ടി കളിക്കുന്നത് വെറും തെണ്ടിത്തരമാണെന്ന് പറയുന്നത്. കേരള ജനങ്ങളുടെ മൊത്തമായ ഒരാവശ്യമാണ് ഇപ്പോൾ വി.ഡി. സതീശൻ തന്നെ അടുത്ത മുഖ്യമന്ത്രിയാണ്. കാരണം അവർ കൊടുത്തിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിനാണ്. അപ്പോൾ അദ്ദേഹത്തിനാണ് ശരിക്കും ഇതിന് അർഹതപ്പെട്ടിരിക്കുന്നത്. അത് ഹൈക്കമാൻഡ് മനസ്സിലാക്കണം എന്നുള്ളതാണ് ഞങ്ങളെല്ലാവരുടെയും ആഗ്രഹം. ഇവിടെ നിൽക്കുന്ന ആൾക്കാരുടെ ഇതിൽ യുവാക്കളടക്കമുള്ളവരാണ് അതായത് പ്രായഭേദമന്യുള്ള ആളുകൾ ഇവിടെ പ്രതിഷേധവുമായി രംഗത്ത് വരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അവർ ബാനറുകളും മറ്റുമൊക്കെ കയ്യിൽ ഒരു വലിയൊരു ബോർഡുമൊക്കെ ഏന്തി കിങ് മേക്കർ 2026 എന്ന രീതിയിൽ വി.ഡി. സതീശൻ്റെ ചിത്രമടങ്ങിയ ബോർഡ് ഏന്തിയാണ് അവർ വരുന്നത്. എന്താ അഭിപ്രായം? വി.ഡി. സതീശൻ തന്നെ
മുഖ്യമന്ത്രിയാണെന്ന് നമ്മളെ വ്യക്തിപരമായ അഭിപ്രായം. ഈ വി ഡി സതീശനെ പിന്നെ ഈ MLA-മാർ KC വേണുഗോപാലിന്റെ പേരാണ് കൂടുതലായി പറഞ്ഞത്. MLA-മാർ അങ്ങനെ പറയുള്ളല്ലോ. ഈ KC വേണുഗോപാൽ ഹൈക്കമാൻഡിൽ പെട്ട ആളാണ്. അപ്പോൾ KC-ന് ഭയമുണ്ടാവും. എനിക്ക് സ്ഥാനം നൽകുന്ന ആൾ ആ കമ്മിറ്റിയിൽ ഉണ്ടാവും. ഞാൻ എപ്പോഴും ഭയക്കും. രണ്ടാം തവണ എനിക്ക് മത്സരിക്കൽ KC-ന്റെ സപ്പോർട്ട് വേണം. ഇവിടെ എന്ന് പറഞ്ഞാൽ ജനങ്ങൾ മൊത്തം VD സതീശനൊപ്പം. കേരളത്തിൽ MLA-മാരെല്ലാം ഈ 140 മണ്ഡലത്തിൽ വിജയിപ്പിച്ച് ഈ MLA-മാരെ വിജയിപ്പിച്ച ജനങ്ങളാണ്. ആ ജനത്തിൽപ്പെട്ട ഒരാളാണ് ഞാൻ. അതിന് കൂട്ടത്തിൽപ്പെട്ട ഈ ആളുകൾ ജനം തീരുമാനിക്കും. അല്ലാതെ MLA-മാർക്ക് ഒരു റോളും ഇല്ല. ഹൈക്കമാൻഡ് അങ്ങനെ റോൾ കൊടുക്കാനേ പാടില്ല. ഒരു വ്യക്തി പൂജ ഉണ്ടായിക്കഴിഞ്ഞാൽ MLA-മാർ എങ്ങോട്ട് പോകും? ഈ ജനത്തിൻ്റെ അഭിപ്രായം കേൾക്ക്. ജനങ്ങൾ അത്രയും കഷ്ടപ്പെട്ട ഞാൻ എൻ്റെ പോക്കറ്റിൽ പണം ചിലവാക്കി എൻ്റെ പാർട്ടിക്ക് പ്രവർത്തിക്കുന്ന ആളാണ്. അല്ലാതെ പാർട്ടിൻ്റെ പൈസ എടുത്ത് ചിലവാക്കുന്ന ആളല്ല ഞാൻ. എൻ്റെ അധ്വാനം, എൻ്റെ സമയം എല്ലാം മാറ്റിവെച്ച് ഈ കോൺഗ്രസിൻ്റെ പ്രസ്ഥാനം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. ഈ കൂട്ടത്തിലുള്ള എല്ലാവരും അത് നിലനിർത്താൻ VD പ്രധാനമന്ത്രി മുഖ്യമന്ത്രിയായി വരട്ടെ, നാട് നല്ല നിലക്ക് ഭരിച്ചു പോകട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്. വാഗ്ദാനങ്ങൾ കൊടുത്തിട്ടുള്ള ജനങ്ങൾക്ക് 5 ഗ്യാരണ്ടിയാണ്. പൂച്ചവെറ്റ ഖജനാവാണ്. ഇത് ഡെവലപ്പ് ചെയ്യാൻ മൈൻഡ് വേണം. മൈൻഡ് ഇല്ലാത്തവന് പറ്റുമോ? ആരെങ്കിലും കയറ്റിയിരുത്തി മുഖ്യമന്ത്രി ആക്കിയാൽ പോരാ. BD കൊണ്ട് മാത്രമേ നടക്കൂ. ഷുവറായിട്ട് KC വേണുഗോപാലിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അദ്ദേഹം മനസ്സിലാക്കണ്ടേ, MP അല്ലാത്ത ഒരാളല്ലേ ഇതിന് നിൽക്കേണ്ടത്. MP-മാർ മത്സരിക്കരുതെന്ന് പറഞ്ഞത് ആരാ? ഹൈക്കമാൻഡ്. എന്നിട്ട് വീണ്ടും പിന്നെ MP തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരികയാണ്. അതന്നെ വിരോധാഭാസല്ലേ? VD സതീശൻ 5 വർഷമായിട്ട് പണിയെടുത്തിട്ട് അയാളാണ് ഇതിന് അർഹൻ. നമ്മളാരും ഒരു ഗ്രൂപ്പിന്റെ വാക്താക്കളൊന്നുമല്ല. പക്ഷെ ഇവിടെ വന്നത് എന്താണ്? ഈ വീഡിയോയിലുള്ള സപ്പോർട്ടിന് വേണ്ടിയിട്ട് അദ്ദേഹമാണ് അതിന് തീർച്ചയായിട്ടും അർഹൻ. അദ്ദേഹം തന്നെ VD സതീശൻ തന്നെ. കേരളം നന്നാവണമെന്നുണ്ടെങ്കിൽ VD തന്നെ വേണം. VD സതീശൻ എന്ന് പറഞ്ഞാൽ ഓരോ കോൺഗ്രസ് പ്രവർത്തകന്മാർക്കും ആ മനുഷ്യൻ നിയമസഭന്റെ അകത്തും പുറത്തൊക്കെ ഇങ്ങനെ ഞരമ്പുകൾ എടുത്തിട്ട് മുഖ്യമന്ത്രിക്കും തെറ്റുകൾക്കും കുറ്റങ്ങൾക്കും വിശദമായിട്ട് പറയുമ്പോൾ ഞങ്ങൾക്ക് തന്നെ മാനസികമായിട്ടൊരു പ്രയാസം തോന്നി. ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ കഴിയുന്ന കേരളത്തിൽ ഓരോ മനുഷ്യന്മാരെയും ഇത്രയധികം മനസ്സിലാവുന്ന രീതിയിൽ പ്രവർത്തിച്ച് അദ്ദേഹം അല്ലാതെ ആരാ മുഖ്യമന്ത്രി ആവേണ്ടത്? മുഖ്യമന്ത്രിക്ക് എല്ലാ കഷ്ടപ്പാട്. പ്രതിപക്ഷ നേതാവിന് ഒരു വിഷയം അവതരിപ്പിക്കണമെങ്കിൽ ഹോംവർക്ക് ചെയ്യണം. മുഖ്യമന്ത്രിക്ക് ചോദിക്കുന്ന ചോദ്യത്തിന് ഇപ്പോൾ നിങ്ങൾ എന്നോട് ചോദ്യം ചോദിച്ചാൽ മറുപടി പറഞ്ഞാൽ മതി. VD സതീശന് 5 കൊല്ലം എടുത്ത എഫേർട്ട് നിങ്ങൾ കാണുക. എന്താണ് അദ്ദേഹത്തിന് ഒന്ന് പാളിപ്പോയാൽ നിങ്ങൾ മീഡിയാസ് ആരെങ്കിലും ഒന്ന് കാണിക്കേ. ഒരു സംഗതി യാഥാർത്ഥ്യമല്ലാതെ സത്യമല്ലാതെ ബോധ്യപ്പെടാതെ ഒരാളെ മുന്നിലും നിയമസഭയിൽ ഒരു വാക്ക് തെറ്റി പറഞ്ഞിട്ടില്ല VD സതീശൻ. നിലപാടുകളുടെ രാജകുമാരനാണ്. അതുകൊണ്ടാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അദ്ദേഹം തന്നെ വരണം. തീർച്ചയായിട്ടും എനിക്ക് ആവശ്യമാണ് മുഖ്യമന്ത്രി വരണം. അദ്ദേഹം തന്നെ വരണം. അദ്ദേഹത്തിനെ പറ്റുള്ളൂ. അതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുരോഗതി ഉണ്ടെന്നുണ്ടെങ്കിൽ അതന്നെ വരണം. ഇത് കോഴിക്കോട് മാത്രമല്ല, കേരളത്തിൽ പൊതുവെ ഉയരുന്നൊരു ശക്തമായൊരു വികാരമാണ് നമ്മളിവിടെ കണ്ടത്. ശക്തമായ പ്രതിഷേധമാണ്. ഇനി ഇതിനപ്പുറം ഒരു തീരുമാനം വന്നാൽ ഉണ്ടാവുക എന്ന സൂചന കൂടി ഇവർ നൽകുന്നു. ഒപ്പം തന്നെ ഇവർ ഇന്നിപ്പോൾ മുതലക്കുളം മുതൽ കിഡ്സൺ കോർണർ വരെയാണ് പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. കനത്ത മഴയുടെ ഒരു സാഹചര്യം പോലും വകവയ്ക്കാതെയാണ് ഇവരുടെ ഒരു പ്രതിഷേധം എന്നുള്ളതും ഹൈക്കമാൻഡ് മുഖവിലക്കെടുക്കണമെന്ന് കൂടി കോഴിക്കോട് ഈ UDF-നെ സ്നേഹിക്കുന്ന മനുഷ്യർ വ്യക്തമാക്കുന്നു. ക്യാമറ പേഴ്സൺ റിഷാദ് DK-ക്കൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.